ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ CSEB എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ബാങ്കിങ് മേഖലയിലെ കുറച്ച് ചോദ്യങ്ങളാണ്. ഇത് പ്രീവിയസ് ഇയേഴ്സിൽ PSC നടത്തിയിട്ടുള്ള പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച ഏരിയാസ് തന്നെയാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെക്ഷൻ 5B ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഡീൽസ് വിത്ത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ സെക്ഷൻ 5B എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്നാണ് ചോദ്യം. ഡെഫിനിഷൻ ഓഫ് ബാങ്ക്, ഫോംസ് ഓഫ് ബിസിനസ് ഇൻ വിച്ച് ബാങ്കിങ് കമ്പനി എൻഗേജ്, പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ്, മെയിൻ്റനൻസ് ഓഫ് CRR, മെയിൻ്റനൻസ് ഓഫ് ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ സെക്ഷൻ 5B ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 5B ഡീൽ ചെയ്യുന്നത് ഡെഫിനിഷൻ ഓഫ് ബാങ്ക് ആണ്. ബാങ്കിന്റെ ഡെഫിനിഷൻസ് ആണ് ഈ ഒരു 5B സെക്ഷൻ 5B ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഡീൽസ് വിത്ത് ഡെഫിനിഷൻ ഓഫ് ബാങ്ക് ആണ്. ഇത് 10/23/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോമിനേഷൻ ക്യാൻ ബി അക്സെപ്റ്റഡ് ഇൻ ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ്. 10/32/2023 ചോദ്യമാണ്. നോമിനേഷൻ ക്യാൻ ബി അക്സെപ്റ്റഡ് ഇൻ ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ്: പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്, ട്രസ്റ്റ് അക്കൗണ്ട്, അക്കൗണ്ട് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ജോയിന്റ് അക്കൗണ്ട്. ഏത് അക്കൗണ്ടിലാണ് നോമിനേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആയത് എന്നാണ്. നോമിനേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആവുന്നത് ജോയിന്റ് അക്കൗണ്ടിലാണ്. ഇൻ കേസ് ഓഫ് ജോയിന്റ് അക്കൗണ്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ബാങ്ക്സ് ആർ. ഖാദി ബോർഡിന്റെ നമ്മളുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. ബാങ്കിന്റെ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എന്താന്നുള്ളത്: അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി, ഇൻവെസ്റ്റിംഗ്, നോൺ ഫണ്ട് ബിസിനസ് ആൻഡ് റെമിറ്റൻസ് സർവീസസ്. ബാങ്കിന്റെ നമ്മുടെ ബാങ്ക് എന്താണെന്നും അതിന്റെ പ്രൈമറി ഫങ്ഷൻസ് എന്താണെന്നും നമ്മൾ പ്രൈം ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണിയാണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. ബാങ്കിന്റെ ഡെഫിനിഷനിൽ തന്നെ പറയുന്നത് എന്താണ്? ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിന്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്നാണ്. അപ്പം ഓപ്ഷൻ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി A and B ആണ്. ആൻസർ വരുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. നമ്മുടെ CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷ February 15 നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുവരെ കുറച്ചു കാലമായിട്ട് പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ പഠനം ഒരു കറക്റ്റ് ആയിട്ടുള്ള വേയില് ഇതുവരെ എത്താത്ത ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ലാപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ലാസ്റ്റ് ലാപ്പിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഒരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് എല്ലാവിധ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ലൈവ് സെഷൻസും ഡെയിലി 2-3 hours ലൈവ് സെഷൻസ് ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം കോൺടാക്ട് ചെയ്യാം, ബോട്ട് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആർ ദോസ് വിച്ച് ക്യാൻ ബി വിഡ്രോൺ. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ്. ഇതും ഖാദി ബോർഡിന്റെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. അപ്പോൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ആർ ദോസ് വിച്ച് ക്യാൻ ബി വിഡ്രോൺ ഓൺ റിക്വസ്റ്റ്, ഓൺ ഡിമാൻഡ്, ഓൺ സാങ്ഷൻ ബൈ മാനേജർ, ഓൾ ഓഫ് ദ എബോവ്. എന്താണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്? അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ഓൺ ഡിമാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആർ ദോസ് വിച്ച് ക്യാൻ ബി വിഡ്രോൺ ഓൺ ഡിമാൻഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ലോങ് ടേം ലോൺസ്. JCA 2020 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ലോങ് ടേം ലോൺസ്. അത്തരം ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ പറയാന്നാണ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, കോർപ്പറേറ്റ് ബാങ്ക്, എക്സ്ചേഞ്ച് ബാങ്ക്, റൂറൽ ബാങ്ക്. എന്താണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ലോങ് ടേമിലേക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷന് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് വൺ ഈസ് കൺസിഡേർഡ് ആസ് ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ്. 10/28/2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ഏതാണെന്നാണ് താഴെ പറയുന്നതിൽ. ഫ്ലെക്സി ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ്, കാസ ഡെപ്പോസിറ്റ്. ഏതാണ് ഈ ഒരു ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്? കാസ ഡെപ്പോസിറ്റ് ആണ്. കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ആണ്. കാസ ഡെപ്പോസിറ്റ് ആണ് ഈ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ബ്രിഡ്ജ് ലോൺ ഈസ്. 10/28/2023 ക്വസ്റ്റ്യൻ ആണ്.
ലോ, ഹൈ, കൺസിഡറബിളി ലോ ഫ്ലക്ച്വേഷൻ ഇൻ നേച്ചർ. എന്താണ് ബ്രിഡ്ജ് ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജ് ഫൈനാൻസിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷോർട്ട് ടേം ആ ഒരു അസിസ്റ്റൻസ്, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാണ്. അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ. ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റിയിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണെന്നാണ്. എൻറ്റയർ സാങ്ഷൻ എമൗണ്ട്, ആക്ച്വൽ എമൗണ്ട് വിഡ്രോൺ, മാക്സിമം ബാലൻസ് ഇൻ അക്കൗണ്ട്, ഫിക്സ്ഡ് എമൗണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് യൂസേജ്. ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റിയിൽ മെയിൻ ആയിട്ട് നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ടിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ദ ആക്ച്വൽ എമൗണ്ട് വിഡ്രോൺ ആണ്. ഇനി വാട്ട് ഡോക്യുമെന്റ് ഈസ് യൂഷ്വലി സൈൻഡ് ബൈ എ കസ്റ്റമർ ടു അവൈൽ ആൻ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കസ്റ്റമർ സൈൻ ചെയ്യുന്ന ഡോക്യുമെന്റ് ഏതാണെന്നാണ്. മോർഗേജ് എഗ്രിമെന്റ്, പ്രോമിസറി നോട്ട്, ലീസ് കോൺട്രാക്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഏതാണ്? പ്രോമിസറി നോട്ടാണ് നമ്മളുടെ കസ്റ്റമർ ഈ ഒരു ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ ചെയ്യുന്നത് പ്രോമിസറി നോട്ടാണ്. വാട്ട് ഹാപ്പൻ ഡ്യൂറിംഗ് ദി ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡിസ്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദ ബാങ്ക് ലെൻഡ് മണി അറ്റ് എ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ബിസിനസ് എക്സ്പാൻഷൻ. The bank encash the bill before its maturity for a lesser amount. The bank issue a loan based on customer's credit history. The bank allow a customer to overdraw beyond their account balance. ഏതാണ്? The bank encash the bill before its maturity for a lesser amount ആണ്. ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അതിന്റെ ലെസർ എമൗണ്ട് മെച്യൂരിറ്റിന്റെ മുന്നേ എന്താണ് എൻകാഷ് ചെയ്യുമ്പോൾ ഒരു ലെസർ എമൗണ്ട് ആണ് എൻകാഷ് ചെയ്യുക. Next question, which of the following is primarily aimed at providing working capital to business? Endowment deposit, savings deposit, cash credit, fixed deposit. ഏതാണ്? നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ക്യാഷ് ക്രെഡിറ്റ് ആണ് വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ബാങ്കിങ് മേഖലയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.